Good morning, students. We are going to discuss about the topic aneuploidy and polyploidy. In this class, we will discuss about what is aneuploidy and what is polyploidy, and what are the different type of diseases that arises due to aneuploidy, and what are the different types of conditions that arises due to the polyploidy. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനൂപ്ലോയിഡി ആൻഡ് പോളിപ്ലോയിഡിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് അനൂപ്ലോയിഡി, എന്താണ് പോളിപ്ലോയിഡി, ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനൂപ്ലോയിഡി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിപ്ലോയിഡി, പിന്നെ ഇത് കാരണം ഉണ്ടാകുന്ന ഡിസീസസ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. വാട്ട് ഈസ് അനൂപ്ലോയിഡി? Aneuploidy is a type of chromosome abnormality in which number of chromosomes are abnormal. അപ്പോൾ ക്രോമസോം നമ്പറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്രോമസോമൽ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റിയാണ് അനൂപ്ലോയിഡി എന്ന് പറയുന്നത്. Generally, the aneuploid chromosome set differs from wild type by only one or small number of chromosome. അപ്പോൾ ക്രോമസോമിൻ്റെ നമ്പറിലാണ് അനൂപ്ലോയിഡിൽ ഡിഫറൻസ് വരിക. It is a genetic disorder, causes birth defect, and it is the second major type of chromosome mutation in which chromosome number is abnormal. It is a type of birth defect and it is the second major category of chromosome mutation, and aneuploid nomenclature is based on the number of copies of specific chromosomes in the aneuploid state. For example, the aneuploid consisting of 2n-1 is called monosomic because only one copy of some specific chromosome is present. അപ്പോൾ എത്ര നമ്പർ ഓഫ് ക്രോമസോമിനാണ് അനൂപ്ലോയിഡ് ആകുന്നതിൻ്റെ ബേസിസിലായിരിക്കും നമ്മളതിന് പേരിടുക. ഇപ്പോൾ 2n എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ക്രോമസോം നമ്പറാണ് 2n എന്ന് പറയുന്നത്. ഇപ്പോൾ 2n-1 എന്ന് പറഞ്ഞാൽ 2n-1 എന്ന് വെച്ചാൽ n ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ മോണോസോമിക് എന്ന് വിളിക്കും. അപ്പോൾ അനൂപ്ലോയിഡി എന്ന് വെച്ചാൽ എന്താണ്? ക്രോമസോമൽ നമ്പറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് അനൂപ്ലോയിഡി എന്ന് പറയുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് ക്രോമസോമൽ മ്യൂട്ടേഷൻ ആണ്. അപ്പോൾ ക്രോമസോമിൻ്റെ നമ്പേഴ്സിലാണ് ഇവിടെ വ്യത്യാസം വരിക. അപ്പോൾ അനൂപ്ലോയിഡിൽ എഫക്റ്റ് ചെയ്യുക ക്രോമസോമിൻ്റെ നമ്പറാണ് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു ബർത്ത് ഡിഫക്റ്റ് ആണ്. പിന്നെ ഇത് എത്ര നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് കുറയുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇതിന് പേരിടുക. അപ്പോൾ 2n-1 എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോമിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ മോണോസോമിക് എന്ന് വിളിക്കും. How it occurs? Aneuploidy occurs during cell division due to the non-disjunction of chromosome, which leads to the unequal distribution of chromosomes to the daughter cells. അപ്പോൾ നോൺ ഡിസ്ജങ്ഷൻ കാരണമാണ് അനൂപ്ലോയിഡി ഉണ്ടാകുന്നത്. ഇത് പാരൻറ്റ് സെല്ലിൽ നിന്ന് ഡോക്ടർ സെല്ലിലേക്കുള്ള ക്രോമസോമിൻ്റെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷന് കാരണമാകും. സാധാരണ പാരൻറ്റ് സെല്ലിലുള്ള ക്രോമസോം ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടാണ് ഡോക്ടർ സെൽസിലേക്ക് കൊടുക്കുക. പക്ഷേ അനൂപ്ലോയിഡി കാരണമുണ്ടാകുന്ന ക്രോമസോം നോൺ ഡിസ്ജങ്ഷൻ കാരണം അൺഈക്വലായിട്ടാണ് ക്രോമസോംസ് ഡോക്ടർ സെൽസിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് അനൂപ്ലോയിഡി ഉണ്ടാകുന്നത്. അപ്പോൾ നോൺ ഡിസ്ജങ്ഷൻ കാരണം ആണ് അനൂപ്ലോയിഡി ഉണ്ടാകുന്നത്. ഇത് കാരണം അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ക്രോമസോംസിൻ്റെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകും ഡോക്ടർ സെൽസിലേക്ക്. അപ്പോൾ അനൂപ്ലോയിഡി ഉണ്ടാകാനുള്ള കാരണം ക്രോമസോം നോൺ ഡിസ്ജങ്ഷൻ ആണ്. അതായത് എന്താണ് ക്രോമസോം നോൺ ഡിസ്ജങ്ഷൻ? അതായത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് chromosomes from the parent cells to the daughter cells is known as chromosome non-disjunction. So next is the classification of aneuploidy. Aneuploidy based on the number of chromosomes, they can be classified into monosomy 2n-1, nullisomy 2n-2, trisomy 2n+1, tetrasomy 2n+2. അപ്പോൾ എത്ര നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് കുറയുന്നത് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് കൂടുന്നത് എന്നതിൻ്റെ ബേസിസിലാണ് നമുക്ക് അനൂപ്ലോയിഡിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു ക്രോമസോമാണ് കുറവെങ്കിൽ അതിനെ നമ്മൾ മോണോസോമി എന്ന് വിളിക്കും. 2n-1. 2n എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ക്രോമസോം നമ്പറാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ക്രോമസോം കുറഞ്ഞാലാണ് 2n-1. അതിനെ നമ്മൾ മോണോസോമി എന്ന് വിളിക്കും. 2 ക്രോമസോമും കുറഞ്ഞു കഴിഞ്ഞാൽ അത് 2n-2 അതിനെ നള്ളിസോമി എന്ന് വിളിക്കും. ഒരു ക്രോമസോം അധികം ആയാലും അതിനെ നമ്മൾ ട്രൈസോമി എന്ന് വിളിക്കും. 2n+1. ഒരു ക്രോമസോം 2 ക്രോമസോം കൂടിയാൽ ടെട്രാസോമി. അപ്പോൾ ഒരു ക്രോമസോം കുറഞ്ഞാൽ മോണോസോമി 2n-1, 2 ക്രോമസോം കുറഞ്ഞാൽ 2n-2 അതാണ് നള്ളിസോമി. ഒരു ക്രോമസോം കൂടിയാൽ അതാണ് 2n+1 ട്രൈസോമി, 2 ക്രോമസോം കൂടിയാൽ 2n+2 ടെട്രാസോമി.
സോ ദർ ആർ സം ഡിസീസസ് ദാറ്റ് അറൈസസ് ഡ്യൂ ടു ദി അനൂപ്ലോയിഡി. അപ്പോൾ അനൂപ്ലോയിഡി എന്ന് വെച്ചാൽ എന്താണ്? ക്രോമസോമിൻ്റെ നമ്പറിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെയാണ് നമ്മൾ അനൂപ്ലോയിഡി എന്ന് പറയുന്നത്. ഇതൊരു ക്രോമസോമൽ മ്യൂട്ടേഷനാണ്. ഇത് ഒരു ബർത്ത് ഡിഫക്റ്റാണ്. ഇതിൻ്റെ നമ്പറിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അനൂപ്ലോയിഡി ഉണ്ടാകാനുള്ള കാരണം ക്രോമസോം നോൺ ഡിസ്ജങ്ഷനാണ്. അതായത് ഡോക്ടർ സെൽസിലേക്ക് അൺഈക്വലായിട്ട് പാരൻറ്റ് സെൽസിലെ ക്രോമസോംസ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്ന ചില ഡിസീസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സെക്സ് ക്രോമസോംസിലാണ് അനൂപ്ലോയിഡി ഉണ്ടാകുന്നതെങ്കിൽ എന്താണെന്ന് നോക്കാം. 45X condition is also known as Turner syndrome. The features of Turner syndrome is the newborn include redundant neck, skin and peripheral lymphoedema, congenital heart disease. There is an increased risk of adrenal anomalies, hypertension, autoimmune thyroid disease and obesity. അപ്പോൾ സെക്സ് ക്രോമസോംസിലാണ് അനൂപ്ലോയിഡി ഉണ്ടാകുന്നതെങ്കിൽ എന്തൊക്കെ ഡിസീസസ് ആണ് ഉണ്ടാകുക എന്ന് നോക്കാം. അപ്പോൾ അതിൽ വരുന്നതാണ് ടേണേഴ്സ് സിൻഡ്രോം, ക്ലൈനിഫേഴ്സ് സിൻഡ്രോം. അപ്പോൾ ടേണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത് 45X കണ്ടീഷനാണ്. അപ്പം സാധാരണ ഹ്യൂമൻ ബീങ്സിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 46 ക്രോമസോംസ് ആണുള്ളത്. അപ്പോൾ 45X കണ്ടീഷൻ, അതായത് കണ്ടീഷനാണ് നമ്മൾ ടേണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ഒരു സെക്സ് ക്രോമസോംസ് ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സെക്സ് ക്രോമസോം ആബ്സെൻ്റ് ആയ കണ്ടീഷനാണ് ടേണേഴ്സ് സിൻഡ്രോം. ഇത് കാരണം എന്തൊക്കെ ഉണ്ടാവും? ലിംഫോ എഡിമ ഉണ്ട്, അതായത് ലിംഫ് ഗ്ലാൻസിൽ വീക്കം ഉണ്ടാവും. പിന്നെ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, അതായത് പിറവിയിലെയുള്ള ഹൃദയ രോഗങ്ങൾ ഉണ്ടാവും. അതായത് ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഹാർട്ടിന് കംപ്ലയിൻസ് ഉണ്ടാവും. പിന്നെ ദർ ഇസ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ്, അതായത് ഇൻക്രീസ്ഡ് റിസ്ക് ഉണ്ട് എന്തിനൊക്കെ? ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷറിന് ചാൻസ് ഉണ്ട്. ഈ ഡിസീസ് ഉള്ളവർക്ക് പ്രഷറിന്, ഹൈപ്പർ ടെൻഷന് അല്ലെങ്കിൽ പ്രഷറിന് ചാൻസ് ഉണ്ട്. ഒബിസിറ്റിക്ക് ചാൻസ് ഉണ്ട്. ഓട്ടോമ്യൂൺ ഡിസീസസിന് ചാൻസ് ഉണ്ട്. ഇതാണ് ടേണേഴ്സ് സിൻഡ്രോം. അപ്പോൾ ഒരു സെക്സ് ക്രോമസോം ആബ്സെൻ്റ് ആയ കണ്ടീഷനാണ് ടേണേഴ്സ് സിൻഡ്രോം. ഇത് കാരണം ലിംഫ് ഗ്ലാൻസിൽ വീക്കം ഉണ്ടാവും. പിന്നെ ജനിച്ച പാടെ ഹാർട്ട് ഡിസീസ് ഉണ്ടാവും, അതായത് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസസ് ഉണ്ടാവും. പിന്നെ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഒബിസിറ്റി, ഓട്ടോമ്യൂൺ ഡിസീസസ് ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ്, സെക്സ് ക്രോമസോംസിൽ ഉണ്ടാകുന്ന അനൂപ്ലോയിഡ് കാരണം ഉണ്ടാകുന്ന നെക്സ്റ്റ് ഡിസീസാണ് ക്ലിനിഫേഴ്സ് സിൻഡ്രോം. ഈ ക്ലിനിഫെൽറ്റർ സിൻഡ്രോം ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എൻ എക്സ്ട്രാ സെക്സ് ക്രോമസോം. സാധാരണ ഒരു എക്സ് ഒരു വൈ അല്ലെങ്കിൽ ഒരു എക്സ് ആണ് ഉണ്ടാകുക. പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ സെക്സ് ക്രോമസോം ഉണ്ടാകും. അതുകൊണ്ടാണ് ക്ലിനിഫെൽറ്റർ സിൻഡ്രോം ഉണ്ടാകുന്നത്. അപ്പോൾ 46 പകരം 47 ക്രോമസോംസ് ഉണ്ടാവും. ഇപ്പോൾ സാധാരണ ഹ്യൂമൻ ബീങ്സിൽ ക്രോമസോംസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 46 ആണ്. അപ്പോൾ ഒരു എക്സ്ട്രാ സെക്സ് ക്രോമസോം ഉണ്ടാകുന്നത് കൊണ്ട് ആ നമ്പർ 47 ആയിട്ട് മാറും. അപ്പോൾ സാധാരണ ഒരു എക്സ് അല്ല 2 എക്സ് അല്ലെങ്കിൽ പിന്നെ ഒരു എക്സും ഒരു വൈ ഒക്കെയാണ് ഹ്യൂമൻ ബീങ്സിന് ഉണ്ടാകുക. പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ സെക്സ് ക്രോമസോം ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് ക്ലിനെഫെൽറ്റർ സിൻഡ്രോം. അപ്പോൾ ക്രോമസോം നമ്പർ 46 നിന്ന് 47 കൂടും. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്തുണ്ടാവും? ഹൈപ്പോഗൊണാഡിസം ഉണ്ട്, അതായത് മെയിൽ ഇൻഫെർട്ടിലിറ്റി. അപ്പം മെയിൽ ഇൻഫെർട്ടിലിറ്റിയാണ് ഉണ്ടാകുക. അപ്പോൾ ഈ മെയിൽസൊക്കെ, ഈ ഡിസീസുള്ള മെയിൽസൊക്കെ ഇൻഫെർട്ടൈൽ ആയിരിക്കും. അപ്പോൾ സെക്സ് ക്രോമസോംസിൽ ഉണ്ടാകുന്ന 2 അനൂപ്ലോയിഡീസ് ആണ്. ഒന്ന് ടേണേഴ്സ് സിൻഡ്രോം, അതായത് ഒരു സെക്സ് ക്രോമസോം ആബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം 46 നിന്ന് 45 പോകും. ഇത് കാരണം ഉണ്ടാകുന്നതാണ് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസസ് ഉണ്ടാവും, ലിംഫോ എഡിമ ഉണ്ടാവും, ഒബിസിറ്റി ഉണ്ടാവും, ഓട്ടോഇമ്യൂൺ ഡിസീസസ് ഉണ്ടാവും. രണ്ടാമത്തെ സെക്സ് ക്രോമസോമിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ അനൂപ്ലോയിഡിയാണ് ക്ലിനെഫെൽറ്റർ സിൻഡ്രോം. അതായത് ഒരു എക്സ്ട്രാ സെക്സ് ക്രോമസോം ഉള്ളത് കൊണ്ടാണ് ക്ലിനെഫെൽറ്റർ സിൻഡ്രോം ഉണ്ടാകുന്നത്. അപ്പോൾ 46 നിന്ന് ക്രോമസോം നമ്പർ 47 ആകും. അപ്പോൾ ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം അല്ലെങ്കിൽ ഒരു വൈ ക്രോമസോം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള മെയിൽസ് എന്തായിരിക്കും? സ്റ്റെറൈൽ ആയിരിക്കും, അവർ ഇൻഫെർട്ടൈൽ ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ദി അനൂപ്ലോയിഡി ഓഫ് ഓട്ടോസോംസ്. ഇപ്പോൾ ട്രൈസോമി ഓഫ് ഓട്ടോസോംസ് ആണ് അടുത്തത്. അപ്പോൾ ട്രൈസോമി മീൻസ് എക്സ്ട്രാ 1 ക്രോമസോം ഉണ്ടാവും. അപ്പോൾ ഒരു എക്സ്ട്രാ ക്രോമസോം ഉള്ള കണ്ടീഷനെയാണ് നമ്മൾ ട്രൈസോമി എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈസോമി ഓഫ് ഓട്ടോസോംസ്, അപ്പോൾ ഓട്ടോസോംസിൽ ഉണ്ടാകുന്ന അനൂപ്ലോയിഡിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രൈസോമി 13 also causes Patau syndrome. Trisomy 18 causes Edwards syndrome. Trisomy 21 causes Down syndrome. But
ട്രൈസോമി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് അനൂപ്ലോയിഡി ആണ്. അപ്പോൾ ഒരു എക്സ്ട്രാ ക്രോമസോം ഉള്ളത് കൊണ്ടാണ് അനൂപ്ലോയിഡി എന്ന് പറയുന്നത്, അല്ല അനൂപ്ലോയിഡി എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈസോമി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം ഉണ്ടാവും. അതായത് 2n+1 കണ്ടീഷനാണ് ട്രൈസോമി എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈസോമി കാരണം ഉണ്ടാകുന്ന ഡിസീസസ് ആണ് ട്രൈസോമി 13 പാട്വാ സിൻഡ്രം, ട്രൈസോമി 18 എഡ്വേർസ് സിൻഡ്രം, ട്രൈസോമി 21 ഡൗൺ സിൻഡ്രം. First is the trisomy 13 or Patau syndrome. The symptoms of Patau syndrome includes mental deficiency, low birth weight, abnormal development of frontal lobe, absence of corpus callosum, hypoplasia of cerebellum, sloping forehead, scalp defects, malformed ears, congenital heart defects, renal tract anomalies, microphthalmia, bilateral cleft lip palate, polydactyl with rudimentary disease and rocker bottom heel. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അനൂപ്ലോയിഡി ഓഫ് ഓട്ടോസോംസ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് അനൂപ്ലോയിഡി ഓഫ് സെക്സ് ക്രോമസോംസ് ആയിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? ടേണേഴ്സ് സിൻഡ്രോം, ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓട്ടോസോംസ് അല്ലെങ്കിൽ നോർമൽ ബോഡി ക്രോമസോംസിൻ്റെ അനൂപ്ലോയിഡിയാണ്. അതിൽ വരുന്നതാണ് ട്രൈസോമി എന്ന് പറയുന്ന ഒരു ടൈപ്പ് അനൂപ്ലോയിഡിയാണ്. അതായത് ഇതിൽ ഒരു എക്സ്ട്രാ പെയർ ഓഫ് ക്രോമസോം ഉണ്ടാവും, അതാണ് ട്രൈസോമി എന്ന് പറയുന്നത്. അപ്പോൾ 2n+1 കണ്ടീഷനാണ് ട്രൈസോമിയിൽ ഉണ്ടാകുക. അപ്പോൾ ട്രൈസോമി ഓഫ് ഓട്ടോസോംസിൽ വരുന്നതാണ് പാട്വാ സിൻഡ്രം, അതായത് ട്രൈസോമി 13, അതായത് 13ാം നമ്പർ ക്രോമസോമിൽ ഒരു എക്സ്ട്രാ ക്രോമസോം ഉണ്ടാവും. നെക്സ്റ്റ് ട്രൈസോമി 18 അല്ലെങ്കിൽ എഡ്വേർസ് സിൻഡ്രം, ട്രൈസോമി 21 അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം. അപ്പോൾ ട്രൈസോമി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് അനൂപ്ലോയിഡി ആണ്. അപ്പോൾ ക്രോമസോം നമ്പറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ അനൂപ്ലോയിഡി എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈസോമി എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ക്രോമസോം ഉണ്ടാവും, അതാണ് 2n+1 കണ്ടീഷൻ ഉണ്ടാവും, അതാണ് ട്രൈസോമി എന്ന് പറയുന്നത്. അപ്പോൾ 3 ടൈപ്പ് ട്രൈസോമി നമുക്ക് പഠിക്കാനുണ്ട്. ട്രൈസോമി 13 അല്ലെങ്കിൽ പാട്വാ സിൻഡ്രം, ട്രൈസോമി 18 അല്ലെങ്കിൽ എഡ്വേർസ് സിൻഡ്രം, ട്രൈസോമി 21 അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം. ഇതിലാദ്യം വരുന്നതാണ് ട്രൈസോമി 13 അല്ലെങ്കിൽ പാട്വാ സിൻഡ്രം. അപ്പോൾ പാട്വാ സിൻഡ്രം ഉള്ള ഒരു കുട്ടിക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും? മെൻ്റൽ ഡെഫിഷ്യൻസി ഉണ്ട്, അപ്പോൾ മെൻ്റലി അൺസ്റ്റേബിൾ ആയിരിക്കും. പിന്നെ ലോ ബർത്ത് വെയ്റ്റ്, അതായത് ജനിച്ച പാടെ തന്നെ ആ കുട്ടീൻ്റെ വെയ്റ്റ് കുറവായിരിക്കും. പിന്നെ അബ്നോർമൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രോണ്ടൽ ലോബ്, അതായത് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. പിന്നെ സ്ലോപ്പിംഗ് ഫോർഹെഡ്, അതായത് നെറ്റി ഇങ്ങനെ പരന്നിട്ടായിരിക്കും ഉണ്ടാകുക. പിന്നെ സ്കാൾപ്പ് ഡിഫക്റ്റ്, അതായത് നെറ്റിൻ്റെ ഷേപ്പിലും ഒക്കെ ഡിഫക്ട്സ് ഉണ്ടാകും, നെറ്റി പരന്നിട്ടാണ് ഉണ്ടാകുക. പിന്നെ മാൽഫോംഡ് ഇയേഴ്സ്, അതായത് ചെവിക്ക് ഉണ്ടാകുന്ന തകരാറുകൾ. പിന്നെ കഞ്ചനിറ്റൽ ഹാർട്ട് ഡിഫക്റ്റ്, അതായത് ഹാർട്ടിന് ജനിച്ച പാടെ തകരാറുകൾ ഉണ്ടാവും. പിന്നെ റീനൽ ട്രാക്ട് അനോമലീസ്, അതായത് കിഡ്നി ഡിഫക്ട്സ് ഉണ്ടാവും. പിന്നെ ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ലിഫ് ഓർ പാലറ്റ്. ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്നില്ല, ഇതാണ് ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ലിഫ് അല്ലെങ്കിൽ പാലറ്റ്, അതായത് മുച്ചിറി എന്ന് പറയും. അപ്പോൾ ഈ കുട്ടിക്ക് മുച്ചിറി ഉണ്ടാവും. ഇപ്പോൾ പാട്വാ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിക്ക് മുച്ചിറി ഉണ്ടാകും, അതായത് ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ലിഫ് ആയിരിക്കും, അത് മുച്ചിറിയാണ് ഉണ്ടാകുക. പിന്നെ പോളിഡാക്റ്റൈൽ വിത്ത് റുഡിമെൻ്ററി ഡിസീസ്, അതായത് കയ്യിലും കാലിലൊക്കെ എക്സ്ട്രാ വിരലുകളൊക്കെ ഉണ്ടാവും, അതാണ് പോളിഡാക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അതായത് കയ്യിലും കാലിലും എക്സ്ട്രാ വിരലുകൾ ഉണ്ടാവും. ഇതൊക്കെയാണ് പാട്വാ സിൻഡ്രത്തിൻ്റെ കാരണങ്ങൾ. അപ്പം ഇതിൻ്റെ ക്രോമസോം എന്ന് പറയുന്നത് 47XX+18. 18ാം നമ്പർ ക്രോമസോംസിലാണ് ഡിഫക്റ്റ് ഉണ്ടാകുക, അല്ല 13ാം നമ്പർ ക്രോമസോംസിലാണ് പാട്വാ സിൻഡ്രത്തിൽ ഡിഫക്റ്റ് ഉണ്ടാകുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ട്രൈസോം ഈസ് ട്രൈസോമി 18 or എഡ്വേർസ് സിൻഡ്രം. So the Edwards syndrome, the characters are mental deficiency, growth retardation, webbing of neck, short sternum, micrognathia, loss at malformed ears, ventricular septal defect, renal anomalies, etc. അപ്പോൾ ഇതാണ് എഡ്വേർസ് സിൻഡ്രം. എഡ്വേർസ് സിൻഡ്രം ഉണ്ടാകുന്നത് ട്രൈസോമി 18 കാരനാണ്, അതായത് 18th ക്രോമസോമിൽ ഉണ്ടാകുന്ന ട്രൈസോമി കാരനാണ് എഡ്വേർസ് സിൻഡ്രം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സിൻഡംസ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലെഞ്ച്ഡ് ഹാൻഡ്സ് ആയിരിക്കും, ക്ലെഞ്ച്ഡ് ഹാൻഡ്സ് വിത്ത് ഓവർലാപ്പിംഗ് ഫിംഗേഴ്സ്. അപ്പോൾ ആ കുട്ടി എല്ലപ്പോഴും അതിൻ്റെ കൈ ഇങ്ങനെ മടക്കിയിട്ടാണ് വെക്കുക, കൈ ഇങ്ങനെ നിവർത്തി വെക്കില്ല. അപ്പോൾ ഒരിക്കലും ആ കുട്ടിക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ നിർത്താൻ പറ്റില്ല, അപ്പോൾ കൈ ഇങ്ങനെ മടക്കിയിട്ടാണ് ഉണ്ടാകുക. പിന്നെ മാൽഫോംഡ് ഇയേഴ്സ്, അതായത് ആ കുട്ടീൻ്റെ ചെവിയുടെ ഷേപ്പിനൊക്കെ ഡിഫക്റ്റ് ഉണ്ടാവും. പിന്നെ ഓസിപ്പിറ്റ് ഓർ ബാക്ക് പാർട്ട് ഓഫ് ദി സ്കെൽ ഇസ് പ്രോമിനൻറ്റ്. അപ്പോൾ അതിൻ്റെ നെറ്റിയുടെ ബേക്കിൽ, അതായത് തലയുടെ ബേക്കിൽ ഇങ്ങനെ മുഴച്ചിട്ടാണ് ഉണ്ടാകുക. പിന്നെ സ്മോൾ മൗത്ത്
സ്മോൾ ജോ ഷോർട്ട് നെക്ക്. അപ്പോൾ അങ്ങനെ ഇറുങ്ങിയ കഴുത്താണ് ഉണ്ടാകുക ആ കുട്ടിക്ക്. ഇതാണ് എഡ്വേർഡ് സിൻഡ്രത്തിൻ്റെ സിംറ്റംസ്. പിന്നെയുള്ളതാണ് ട്രൈസോമി 21. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൂപ്ലോയിഡ് ട്രൈസോമി 21, ഓൾസോ നോൺ ആസ് ഡൗൺ സിൻഡ്രോം. അപ്പോൾ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടാവും? ഡിസ്മോർഫിക് ഫേഷ്യൽ അപ്പിയറൻസ്. അതായത് ഫേഷ്യൽ അപ്പിയറൻസിൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന്. അപ്പോൾ ഒരു മന്ദബുദ്ധിയുടെ ബുദ്ധി വികാസം ഇല്ലാത്തൊരു കുട്ടിയുടെ ഒരു ലുക്കായിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാകുക. പിന്നെ ഫ്ലാറ്റൻഡ് ഫേഷ്യൽ പ്രൊഫൈൽ, അത് പരന്ന ഒരു ഫേസ് ആയിരിക്കും ഉണ്ടാകുക. പിന്നെ ഫ്ലാറ്റൻഡ് നേസൽ ബ്രിഡ്, ആ കുട്ടീൻ്റെ മൂക്കൊക്കെ ഇങ്ങനെ മൂക്കിൻ്റെ പാലമൊക്കെ പരന്നിട്ടാണ് ഉണ്ടാകുക. പ്രൊട്രൂഡിങ് ടങ്ക്, ആ കുട്ടീൻ്റെ നാവല്ലേ അപ്പം പുറത്താണ് ഉണ്ടാകുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൂപ്ലോയിഡിയാണ് ട്രൈസോമി 21, ഓൾസോ നോൺ ആസ് ഡൗൺ സിൻഡ്രോം. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫേഷ്യൽ അപ്പിയറൻസിലുണ്ടാകും. അതായത് ഫേഷ്യൽ അപ്പിയറൻസിൽ തന്നെ ഡിഫക്റ്റ് ഉണ്ടാവും. അതായത് മുഖത്തിൻ്റെ അപ്പിയറൻസിൽ തന്നെ ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. പിന്നെ ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും, ഫ്ലാറ്റ് നേസൽ ബ്രിഡ്ജ് അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലം ഫ്ലാറ്റ് ആയിരിക്കും. പിന്നെ നാവ് എപ്പോഴും പുറത്തിട്ടിട്ടാണ് ഉണ്ടാകുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അനൂപ്ലോയിഡ് ഈസ് Cri-Du-Chat Syndrome. It occurs due to the deletion of lower arm of chromosome number 5. അപ്പോൾ ക്രോമസോം നമ്പർ 5ൻ്റെ ലോവർ ആം ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് Cri-Du-Chat Syndrome. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് ആണ് മൂൺ ഷേപ്ഡ് ഫേസ്, ഹാർട്ട് ഡിസീസ്, മെൻ്റൽ റിട്ടാർഡഡ്, മാൾഫോംഡ് ലാരിങ്സ് ആൻഡ് നോർമൽ ലൈഫ് സ്പാൻ. അപ്പോൾ ഈ Cri-Du-Chat Syndrome ഉണ്ടാകുന്നതിന് കാരണം ക്രോമസോം നമ്പർ 5 ഉണ്ടാകുന്ന ഡിലീഷൻ കാരണമാണ്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? മൂൺ ഷേപ്ഡ് ഫേസ്, അതായത് വട്ടത്തിലുള്ള ഫേസ് ആയിരിക്കും. പിന്നെ ഹാർട്ട് ഡിസീസസ് ഉണ്ടാവും, മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകും കുട്ടിക്ക്. പിന്നെ ലാരൻസ്, അതായത് വോയിസ് ഉണ്ടാകുന്ന വോയിസ് ബോക്സ് ആണ് ലാരൻസ്. അപ്പോൾ കുട്ടിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ലാരൻസിൽ ഉണ്ടാകുന്ന തകരാറുകൾ ഒക്കെ ആയിരിക്കും. പക്ഷേ ലൈഫ് സ്പാന് നോർമലായിരിക്കും. നെക്സ്റ്റ് ഇസ് ദി പോളിപ്ലോയിഡ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത അനൂപ്ലോയിഡിയാണ്. അനൂപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ക്രോമസോം നമ്പറിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെയാണ് നമ്മൾ അനൂപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇതുണ്ടാകാനുള്ള കാരണം ക്രോമസോം നോൺ ഡിസ്ജങ്ഷൻ ആണ്. അപ്പോൾ ഇത് ഓട്ടോസോംസിൽ ഉണ്ടാവും, സെക്സ് ക്രോമസോംസിലുണ്ടാവും. സെക്സ് ക്രോമസോംസിൽ നമ്മൾ പഠിച്ചത് എഡ്വേർഡ് സിൻഡ്രോം, ക്ലൈൻഫിൽറ്റർ സിൻഡ്രോം ആണ്. ഓട്ടോസോംസിൽ നമ്മൾ പഠിച്ചത് Cri-Du-Chat സിൻഡ്രോം, പാറ്റ്വാ സിൻഡ്രോം, പിന്നെ ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം ഒക്കെയാണ്. ഇപ്പോൾ നോർമലി ഇതിൽ എക്സാമിന് ചോദിക്കുക ചിലപ്പം ഡിസീസസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ അനൂപ്ലോയിഡ് എന്താണെന്ന് ചോദിച്ചെന്ന് വരാം. നെക്സ്റ്റ് പോളിപ്ലോയിഡ്. Polyploid occurs in cells and organisms when there are more than 2 homologous sets of chromosomes. ഇപ്പോൾ ക്രോമസോം സെറ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കാരണം ഉണ്ടാകുന്നതാണ് പോളിപ്ലോയിഡ്. അപ്പോൾ അനൂപ്ലോയിഡും പോളിപ്ലോയിഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അനൂപ്ലോയിഡിൽ ക്രോമസോമിൻ്റെ നമ്പറിലാണ് വ്യത്യാസം വരിക, പക്ഷേ പോളിപ്ലോയിഡിൽ ക്രോമസോമിൻ്റെ സെറ്റിലാണ് വ്യത്യാസം വരിക. അപ്പോൾ ഒരു സെറ്റ് ക്രോമസോം എന്ന് പറഞ്ഞാൽ 2 ക്രോമസോം ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ സെറ്റിലാണ് പോളിപ്ലോയിഡിൽ വ്യത്യാസം വരുന്നത്, പക്ഷേ അനൂപ്ലോയിഡിൽ നമ്പറിലാണ് വ്യത്യാസം വരിക. അപ്പോൾ ഈ പോളിപ്ലോയിഡ് ഈസ് മോസ്റ്റ് കോമൺ ഇൻ പ്ലാന്റ്സ്. ഇത് പ്ലാന്റ്സിൽ മോസ്റ്റ് കോമൺ ആണ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. അപ്പോൾ പുതിയ സ്പീഷീസിൻ്റെ ഒറിജിനായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പോളിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ക്രോമസോം സെറ്റിലാണ് മാറ്റങ്ങൾ വരിക, അതായത് എക്സ്ട്രാ സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ടാവും. അപ്പോൾ അതാണ് പോളിപ്ലോയിഡിക്കുള്ള കാരണം. ഇത് കാണുന്നത് പ്ലാന്റ്സിലാണ്, അത് പുതിയ സ്പീഷീസിൻ്റെ ഒറിജിന് കാരണമാവും. There are 2 classes of polyploidy based on the number of chromosome sets. They are even number polyploids and odd number polyploids. Even number polyploids are least partially fertile, whereas odd number polyploids will have unpaired chromosomes and they are also sterile. ഇപ്പോൾ ഈവൺ നമ്പർ പോളിപ്ലോയിഡ്സ് ഉണ്ടാവും, ഓഡ് നമ്പർ പോളിപ്ലോയിഡ്സ് ഉണ്ടാവും. അപ്പോൾ പോളിപ്ലോയിഡിൻ്റെ സെറ്റ്, അതായത് എക്സ്ട്രാ ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ സെറ്റ് ഈവൺ നമ്പർ ആണെങ്കിൽ അത് ഈവൺ നമ്പർ ഓഫ് പോളിപ്ലോയിഡ്സ് എന്ന് പറയും. എക്സ്ട്രാ ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ സെറ്റ് ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ ഓഡ് നമ്പർ പോളിപ്ലോയിഡ്സ് എന്ന് പറയും. രണ്ടും അൺസ്റ്റെറൈലാണ്. പക്ഷേ ഈ ഈവൺ നമ്പർ ഓഫ് പോളിപ്ലോയിഡ്സ് ആണ് പിന്നെയും പാർഷ്യലി ഫെർട്ടൈൽ ആയിട്ടുള്ളത്. അപ്പോൾ പോളിപ്ലോയിഡ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ക്രോമസോം സെറ്റ്സ്. ട്രിപ്ലോയിഡ് ഹാസ് 3 സെറ്റ്. അപ്പോൾ 3 സെറ്റ് ക്രോമസോംസ് അധികം ഉണ്ടെങ്കിൽ അതിനെ ട്രിപ്ലോയിഡ് എന്ന് പറയും. ഒരു സെല്ലിൽ 3 സെറ്റ് ക്രോമസോം ഉണ്ടെങ്കിൽ അതിനെ ട്രിപ്ലോയിഡ് എന്ന് പറയും. 4 സെറ്റാണെന്നുണ്ടെങ്കിൽ ടെട്രാപ്ലോയിഡ്, 5 ആണെങ്കിൽ പെൻറ്റാപ്ലോയിഡ്, 6 ആണെങ്കിൽ എക്സാപ്ലോയിഡ്. അങ്ങനെ പഠിക്കുക. അതിൻ്റെ എക്സാമ്പിൾ പഠിക്കണമെന്നില്ല.
Next, the occurrence of polyploid is a mechanism of speciation, and polyploid animals are often sterile, so they often reproduce by parthenogenesis. അപ്പോൾ ഈ പോളിപ്ലോയിഡ് എനിമൽസ് സ്റ്റെറൈലായിരിക്കും, അതായത് അവർക്ക് ഗാമീറ്റ്സ് ഉണ്ടാക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ പാർത്തനോജെനിസിസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പേമും ഓവവും തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്യാതെ തന്നെ റീപ്രൊഡക്ഷൻ നടക്കുന്നതിനാണ് നമ്മൾ പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പോളിപ്ലോയിഡ് എനിമൽസ് സ്റ്റെറൈലായിരിക്കും, പക്ഷെ അവർ പാർത്തനോജെനിസിസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യും. എക്സാമ്പിളാണ് പോളിപ്ലോയിഡ് സെലമാൻഡേഴ്സ് ആൻഡ് ലിസാർഡ്. അപ്പോൾ ഇവർ സെലമാൻഡേഴ്സും ലിസാർഡും ഒക്കെ പോളിപ്ലോയിഡാണ്, പക്ഷെ അവർക്ക് മെയില് ഫീമെയിലൊന്നും വേണമെന്നില്ല, അവർ സ്വന്തമായിട്ട് തന്നെ പാർത്തനോജെനിസിസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യും. Plants are generally bigger in structure, and plants are specially sterile when if they have odd number chromosome set. അപ്പോൾ odd number of chromosome set ആണെങ്കിൽ odd number of polyploid ആണെങ്കിൽ എന്തായാലും സ്റ്റെറൈൽ ആയിരിക്കും. പക്ഷേ ഈവൺ നമ്പർ എന്നാലും ഫെർട്ടൈൽ ആണ്. അപ്പോൾ പോളിപ്ലോയിഡി രണ്ട് ടൈപ്പ് ഉണ്ട്, ഓട്ടോപോളിപ്ലോയിഡി ആൻഡ് അല്ലോപോളിപ്ലോയിഡി. In autopolyploidy, the set of chromosomes are extra set of chromosomes are derived from the same species. അപ്പോൾ എക്സ്ട്രാ സെറ്റ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം സെയിം സ്പീസീസിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓട്ടോപോളിപ്ലോയിഡി. നെക്സ്റ്റ് ആണ് അല്ലോപോളിപ്ലോയിഡി. അല്ലോപോളിപ്ലോയിഡി എന്ന് വെച്ചാൽ എക്സ്ട്രാ സെറ്റ് ഓഫ് ക്രോമസോംസ് ഡിറൈവ് ചെയ്യുന്നത് സെയിം സ്പീസീസ് എന്നല്ല, ക്ലോസ്ലി റിലേറ്റഡ് സ്പീസീസ് എന്നാണെങ്കിൽ അല്ലോപോളിപ്ലോയിഡി. ഇപ്പോൾ രണ്ട് ടൈപ്പ് പോളിപ്ലോയിഡി ഉണ്ട്, ഓട്ടോപോളിപ്ലോയിഡിയും അല്ലോപോളിപ്ലോയിഡിയും. അപ്പോൾ എക്സ്ട്രാ സെറ്റ് ഓഫ് ക്രോമസോംസ് സെയിം സ്പീഷീസിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഓട്ടോപോളിപ്ലോയിഡി. എക്സ്ട്രാ സെറ്റ് ഓഫ് ക്രോമസോംസ് ഡിറൈവ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് റിലേറ്റഡ് സ്പീഷീസിൽ നിന്നാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അല്ലോപോളിപ്ലോയിഡി. ഓട്ടോ മീൻസ് സെൽഫ്, അപ്പോൾ സെയിം സ്പീഷീസിൽ നിന്നായിരിക്കും ഓട്ടോപോളിപ്ലോയിഡിയിൽ എക്സ്ട്രാ സെറ്റ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ഡിറൈവ് ചെയ്യുക. പക്ഷേ അല്ലോപോളിപ്ലോയിഡിയിൽ ഡിഫറെൻറ്റ് റിലേറ്റഡ് സ്പീഷീസിൽ നിന്നാണ് എക്സ്ട്രാ സെറ്റ് ഓഫ് ക്രോമസോംസ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോപോളിപ്ലോയിഡിൻ്റെ എക്സാമ്പിളാണ് സീഡ്ലെസ് ഫ്രൂട്ട്സ് ലൈക്ക് ബനാന, ഗ്രേപ്സ് ആൻഡ് വാട്ടർമെലൻ. അപ്പോൾ ചില ഫ്രൂട്ട്സിന് സീഡ്സ് ഉണ്ടാവില്ല, അപ്പോൾ ബനാനയ്ക്കൊന്നും സീഡ്സ് ഇല്ല, അപ്പോൾ അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഓട്ടോപോളിപ്ലോയിഡിൻ്റെ എക്സാമ്പിളാണ്. വാട്ടർമെലൻ, അതായത് സീഡ് ഇല്ലാത്ത വാട്ടർമെലനും ഗ്രേപ്സും ഒക്കെ ഉണ്ട്, അതൊക്കെ അതായത് കുരുവില്ലാത്ത മുന്തിരിയും കുരുവില്ലാത്ത തണ്ണീർമത്തനൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഓട്ടോപോളിപ്ലോയിഡിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് അല്ലോപോളിപ്ലോയിഡി എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് സ്പീഷീസിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റഡ് സ്പീഷീസിൽ നിന്നായിരിക്കും ഈ എക്സ്ട്രാ ക്രോമസോം ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ പോളിപ്ലോയിഡി എന്ന് വെച്ചാൽ എക്സ്ട്രാ ഹോമോലോഗസ് ക്രോമസോം സെറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഹോമോലോഗസ് സെറ്റിലാണ് ഹോമോലോഗസ് ക്രോമസോമിൻ്റെ സെറ്റിലാണ് ഡിഫറൻസ് ഉണ്ടാകുക. അപ്പോൾ ഒരു എക്സ്ട്രാ ഹോമോലോഗസ് ക്രോമസോം സെറ്റ് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. അപ്പോൾ പോളിപ്ലോയിഡി രണ്ട് ടൈപ്പ് ഉണ്ട്, അത് സെയിം സ്പീഷീസിൽ നിന്നാണ് ആ എക്സ്ട്രാ ക്രോമസോം സെറ്റ് ഡിറൈവ് ചെയ്യുന്നതെങ്കിൽ അതിന് ഓട്ടോപോളിപ്ലോയിഡി എന്നും, ഡിഫറെൻറ്റ് റിലേറ്റഡ് സ്പീഷീസിൽ നിന്നാണെങ്കിൽ അതിന് അല്ലോപോളിപ്ലോയിഡി എന്നും പറയും. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അനൂപ്ലോയിഡിയും പോളിപ്ലോയിഡിയാണ്. അപ്പോൾ അനൂപ്ലോയിഡിൽ ചോദിക്കാനുള്ളത് മെയിൻലി അനൂപ്ലോയിഡിൻ്റെയും പോളിപ്ലോയിഡിൻ്റെയും ഡെഫിനിഷനാണ് ചോദിക്കുക. പിന്നെ അതിൻ്റെ ഡിസീസസ് മെയിൻലി ട്രൈസോമി 21, അതായത് ആ ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം ഒക്കെയാണ് ചോദിച്ച് കാണാറ്. അപ്പോൾ ഡിസീസസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം താങ്ക് യു.